വയനാട് ചുരത്തിലെ പതിവ് ഗതാഗത സ്തംഭനവും വികസന സ്വപ്നങ്ങളും. റിസാല അപ്ഡേറ്റ് പരമ്പര തുടരുകയാണ്. വയനാടൻ വികസന കുരുക്കുകൾ. ഗതാഗതം, ടൂറിസം, ആരോഗ്യം. രണ്ടാം ഭാഗം. വയനാടിന്റെ വഴി സ്വപ്നങ്ങൾ. ഒക്ടോബർ 22 ചുരത്തിലെ കുരുക്കിനെ തുടർന്ന് വയനാട്ടിലെ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് വീണ്ടും ചർച്ചകൾക്ക് ചൂടേറി. ചുരത്തിന്റെ ബദലെന്ത്? പ്രധാനമായും 10ഓളം ബദൽ പദ്ധതികളാണ് ചർച്ചയിലുള്ളത്. ചുരം വീതി കൂട്ടുന്നതു മുതൽ തുരങ്കപാതയും റെയിലും വിമാനവും റോപ്പ്വേയും വരെ ചർച്ചയിലുണ്ട്. എന്താണ് ബദൽ പദ്ധതികൾ? അവയുടെ അവസ്ഥ എന്താണ്? ഒരന്വേഷണം. ചുരത്തിൽ നിന്ന് തുടങ്ങാം. ഒന്നാമതും ഏറ്റവും പ്രാധാന്യമേറിയതുമായ പദ്ധതിയാണ് ചുരം വികസനം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ചുരം ഒരു ഹെറിറ്റേജ് വിസ്മയം. 2 or 3 വളവുകളിൽ വീതി കൂട്ടിയത് മാത്രമാണ് മാറ്റം. 2600 അടി മുകളിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് പുറത്തെത്താനുള്ള പ്രധാന പാത. വ്യവസായത്തിനും ടൂറിസത്തിനും അത്യാവശ്യം വേണ്ട യാത്രാമാർഗം. വളവുകൾ നിവർത്തണമെന്ന ആവശ്യത്തിന് അരനൂറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. ചുരം വീതി കൂട്ടുന്നതിന് വേണ്ടി 2018 തന്നെ ആവശ്യമായ വനഭൂമി വിട്ടുകിട്ടിയതാണ്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് ഉത്തരവുമുണ്ട്. പക്ഷേ അത് നടപ്പാക്കിയെടുക്കാൻ നമ്മുടെ മാറി വരുന്ന സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. ചുരത്തിലെ പ്രധാനപ്പെട്ട ബ്ലോക്കുകൾ ആ ഒരു വനഭൂമി ഉപയോഗിച്ച് തന്നെ മാറ്റാൻ സാധിക്കുന്നതാണ്. റോഡുകൾ മറ്റേതോ വന്നോട്ടെ, ബദൽ റോഡുകളുണ്ട് വയനാട്ടിൽ ഈ റോഡൊന്നും മതിയാവില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഈ റോഡൊന്നും മതിയാവില്ല. ഇപ്പോൾ ഉള്ളത് കാപ്പി, കുരുമുളക് ഇതൊന്നും ഇല്ല. സ്ഥലം 10, 20, 25, 50 ഏക്കറുണ്ട്. വലിയ വീടുകളുണ്ട്. ഈ വീട്ടുകാരൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ ടൂറിസം മേഖല. അത് നെറ്റിൽ ഉണ്ടാവും, ഏത് നോക്കിയാലും ആൾക്കാരെ കണക്കാക്കി കയറുക. അപ്പോൾ എന്ത് ചെയ്യും? വഴി ഇതല്ലേ ഉള്ളൂ. വനത്തിൻ്റെ ഒരു പുതിയ നിയമം അനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിന് നേരത്തെ കുറച്ച് വനം 1 ഹെക്ടർ വരെയുള്ള വനം വിട്ടുകൊടുക്കാനുള്ള അനുവാദം ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എടുത്തു കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം പൂർണ്ണമായിട്ട് വയനാട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം വനം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുകയും വനത്തിലൂടെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും കേന്ദ്ര ഗവൺമെൻറ് അനുവാദം അനിവാര്യമാണ്. അത് ലഭ്യമാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അതിനാവശ്യമായ നടപടികളാണ് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ റീസെൻ്റായിട്ട് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അമെൻമെൻറ്റ് നടന്നു. ആ അമെൻമെൻറ്റ് വനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നതായ പ്രധാനപ്പെട്ട അമെൻമെൻറ്റ് വനഭൂമിയാണെങ്കിലും പ്രധാനപ്പെട്ട വികസന കാര്യങ്ങൾ പറയുന്ന സമയത്ത് ആ വികസന കാര്യങ്ങൾക്ക് വനം ഉപയോഗിക്കാനുള്ള സൗകര്യം ചെയ്യണം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നുള്ളത്. ചുരത്തിന് ഒരു ഉചിതമായ പരിഹാര മാർഗം കാണണം. ഒന്ന് ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ് വിട്ടു നൽകിയിട്ടുള്ള വനഭൂമി ഉപയോഗിച്ചുകൊണ്ട് വളവുകൾ നിവർത്തിയും അത്യാവശ്യ സ്ഥലങ്ങളിൽ വീതി കൂട്ടിയും ഒക്കെ ഒരു അടിയന്തര പരിഹാരം ഉണ്ടാക്കണം. ലോങ് റണ്ണിൽ ഉണ്ടാക്കാവുന്ന പരിഹാരം ചുരത്തിന് സമാന്തരമായി സ്വകാര്യ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് ഒരു 6 വരി പാത തന്നെ വയനാട് ചുരത്തിന് ബദലായി ഉണ്ടാക്കിയെടുക്കണം. ഈ 2 പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിക്കാനുള്ളത്. അതുപോലെ തന്നെ വടക്കേ വയനാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള മാർഗങ്ങളായ മറ്റു ചുരം പാതകളുണ്ട്. തലശ്ശേരിയിലേക്കുള്ള ബോയ്സോൺ വഴിയുള്ള ചുരം പാത അത് നന്നാക്കി എടുക്കേണ്ടതുണ്ട്. പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് അതും വികസിപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള 4 പരിഹാര മാർഗങ്ങൾ ഒരേ സമയം നടപ്പാക്കിയെങ്കിൽ മാത്രമേ വയനാട് ഇപ്പോൾ അടച്ചിട്ടൊരു ജയിൽ പോലെ ആയിട്ടുണ്ട്. ഈ ഭാഗത്തെ ജനങ്ങൾക്കൊരു മോചനം ഉണ്ടാകുകയുള്ളൂ. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള റോഡല്ലെങ്കിലും ഇപ്പോഴും PWD അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്. ദേശീയപാത അതോറിറ്റിയുടെ കീഴിലാണ് ചുരം. കർണാടകയിലെ കൊല്ലഗൽ മുതൽ കോഴിക്കോട് വരെയുള്ള NH 766 ഭാഗം. പക്ഷേ ചുരത്തെ ഒഴിവാക്കിയാണ് ദേശീയപാത വികസന പദ്ധതി നടക്കുന്നത്. ചുരത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും താൽക്കാലിക പരിഹാരങ്ങൾ മാത്രം, അതായത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് നടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഗതാഗത പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ചുരത്തിലെ വനഭൂമി ഇപ്പം നിലവിൽ വിട്ടു നൽകിയിട്ടുണ്ട് വീതി കൂട്ടാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പ്രാമുഖ്യ ഘടകങ്ങളിലേക്ക് കടന്നപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. കോഴിക്കോട് കൊല്ലകൽ ദേശീയപാതയിലെ നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട്
വിപുലമായ വീതി കൂട്ടിയുള്ള പണികൾ വരുന്നുണ്ട്. അതിനിടയ്ക്ക് ഈ പണിയുടെയും കൂടെ ആവശ്യമില്ല, ആ പണികൾ വരുമ്പോൾ ചെയ്യട്ടെ എന്ന് നാഷണൽ അതോറിറ്റി പറഞ്ഞ് അവർ കൈയൊഴുകുകയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് നാഷണൽ ഹൈവേ അതോറിറ്റി ചെയ്യേണ്ടതാണ്, ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് കൈയൊഴുകുകയും ചെയ്യുമ്പോൾ കോഴിക്കോട് വയനാട് ജില്ലാ ഭരണകൂടങ്ങളാകെ പറയുന്നത് പിന്നെ ഔട്ട് പോസ്റ്റുകൾ സ്ഥാപിച്ച് പോലീസിനെ വിന്യസിക്കാം, അല്ലെ ക്രെയിൻ സർവീസുകൾ കൊണ്ടുവരാം, വൺ വേ തിരിച്ചിട്ട് വരുന്ന വാഹനങ്ങളെ പിന്നെ ഫൈൻ ഈടാക്കാം എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ താൽക്കാലിക പരിഹാരങ്ങൾ മാത്രമാണ്. അടിവാരം ലക്കിടി 6 പാത. താമരശ്ശേരിയിൽ നിന്ന് തുടങ്ങി ചുരത്തോട് ചേർന്നുള്ള 6 പാതയാണ് ഒന്നാമത്തെ ബദൽ പാത. അടിവാരം മുതൽ ലക്കിടി വരെയാണ് പാത. നീലഗിരി വയനാട് നാഷണൽ ഹൈവേ റെയിൽവേ ആക്ഷൻ കമ്മിറ്റിയാണ് ഈ നിർദ്ദേശത്തിനു പിന്നിൽ. കൂടുതലും സ്വകാര്യ ഭൂമിയിലൂടെയാണ് ബദൽ പാത കടന്നുപോകുന്നത്. അടിവാരം മുതൽ 7-ാം വളവിന് അടുത്തുവരെ സ്വകാര്യ ഭൂമിയാണ്. 1 കിലോമീറ്റർ വനഭൂമി കഴിഞ്ഞാൽ വീണ്ടും 9-ാം വളവ് വരെ സ്വകാര്യ ഭൂമി. വനഭൂമിയിലൂടെ മേൽപ്പാലമോ ടണലോ നിർമ്മിക്കാവുന്നതാണ്. പ്രാഥമിക ഘട്ടത്തിൽ മാത്രമുള്ള ഈ പദ്ധതി ചർച്ച ചെയ്തു വരികയാണ്. പൂഴിത്തോട് പടിഞ്ഞാറത്തറ ബദൽ റോഡ്. 3 പതിറ്റാണ്ട് പഴക്കമുള്ള ബദൽ റോഡ് നിർദ്ദേശമാണ് പൂഴിത്തോട് പടിഞ്ഞാറത്തറ റോഡ്, ചുരമില്ലാത്ത റോഡ്. വയനാട് കോഴിക്കോട് അതിർത്തിയിലൂടെയാണ് ഈ വഴി കടന്നുപോകുന്നത്. 27.225 കിലോമീറ്ററാണ് ബദൽ പാതയുടെ ദൂരം. 14 കിലോമീറ്ററിനു മേലെ റോഡ് നിർമ്മിച്ചിട്ടുണ്ട്. 13 കിലോമീറ്ററും കടന്നുപോകുന്നത് നിക്ഷിപ്ത വനഭൂമിയിലാണ്. ഈ ഭൂമി ഏറ്റെടുക്കുകയും റോഡ് നിർമ്മിക്കുകയും ചെയ്താൽ ഏറ്റവും മികച്ച റോഡായി ഇത് മാറും. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് സംസ്ഥാന വനംവകുപ്പ് കേന്ദ്ര വനംവകുപ്പിന് നൽകിയ റിപ്പോർട്ടിൽ ഇത് റിസർവ് വനം എന്ന് രേഖപ്പെടുത്തിയത് വിനയായി. നിക്ഷിപ്ത വനത്തെ വനഭൂമിയെന്ന് തെറ്റായി രേഖപ്പെടുത്തിയത് കാരണം റോഡ് നിർമ്മാണം വർഷങ്ങളായി മുടങ്ങിക്കിടക്കുകയാണ്. ഇപ്പോൾ സംയുക്ത സർവേ നടത്തി നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് സർക്കാർ. ഒരു പക്ഷേ അന്ന് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് സംഭവിച്ച തെറ്റായിരിക്കാം, അല്ലെങ്കിൽ നിശ്ചിതമായ ഒരു അജണ്ടയോടെ ചെയ്തതായിരിക്കാം. രണ്ടും നമ്മൾ സംശയിക്കുന്നുണ്ട്. എന്തു ആവട്ടെ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇത് റിസർവ് വനമല്ല, ഇത് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് മുന്നിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ലായിരുന്നു. ചുരത്തിൽ വീതി കൂട്ടുന്നതിന്, വനഭൂമി വിട്ടുകിട്ടുന്നതിന് എന്ത് മാനദണ്ഡം പാലിച്ചോ ആ രീതിയിൽ തന്നെ ഇന്നാണെങ്കിലും ഇത് പൂർത്തീകരിക്കാവുന്നതേ ഉള്ളൂ. അതിന് കൃത്യമായിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും ഒരു ഇടപെടൽ ഭരണകൂട ഭാഗത്തു നിന്നോ അധികാരികളുടെ ഭാഗത്തു നിന്നോ ഉണ്ടാവാത്തതാണ് ഈ പാതയ്ക്ക് ഇന്ന് നിലനിൽക്കുന്നൊരു തടസ്സം. അപ്പോൾ നമ്മളിപ്പോൾ നടത്തുന്നൊരു സർവേയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ചിലപ്പോൾ അങ്ങനെ ആവാം. ഇനി നമ്മളൊരു വാദത്തിന് വേണ്ടി അത് അംഗീകരിക്കാം, ഇനി നമ്മൾ തർക്കത്തിന് പോകുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അല്ല എന്നുള്ളത് ഒരു പുതിയ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്, അത് കേന്ദ്ര തലത്തിൽ കൊടുത്ത് അവരുടെ ഒരു ഓൺലൈൻ സൈറ്റിൽ നിന്ന് അവരൊരു റിപ്പോർട്ട് വീണ്ടും ഫോറസ്റ്റുകാരോട് ചോദിക്കും. ആ റിപ്പോർട്ട് ചോദിക്കുന്നത് നമ്മളറിയില്ല, അത് പ്യുവർലി ഒഫീഷ്യൽ ട്രാൻസാക്ഷനാണ്. അപ്പോൾ അവർ ഇവിടുത്തെ ഒരാളോട്, ഫോറസ്റ്റിൻ്റെ ആളുകളോട് റിപ്പോർട്ട് ചോദിക്കും. ആ റിപ്പോർട്ട് ഫോറസ്റ്റ് കൊടുക്കുന്നതനുസരിച്ചിട്ടാണ് അവരുടെ തീരുമാനം. അങ്ങനെയാണ് നമുക്ക് ഏത് പദ്ധതിക്കും വനഭൂമി വിട്ടു തരുള്ളൂ. ഇപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വനഭൂമി വിട്ടു തരണമെങ്കിൽ നമ്മുടെ റിപ്പോർട്ട് ബേസ്ഡ് ആണ്. അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് സത്യസന്ധമായി നിങ്ങൾ റിപ്പോർട്ട് കൊടുത്താൽ നമുക്കത് റോഡ് ഓൺ ആക്കാൻ പറ്റുമെന്നുള്ള ഒരു 6-7 കിലോമീറ്ററിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ. ബാക്കി 2 സ്ഥലത്തും കോഴിക്കോട് നിന്ന് ഇങ്ങോട്ട് ടാർ റോഡാണ്, നമ്മളതും ടാർ റോഡ്. അതിൻ്റെ നടുക്കുള്ള കുറച്ച് റോഡ്, അതാണ് ഇത് പരിഹരിക്കാനുള്ള ഒരു മാർഗം അടിയന്തരമായി ജില്ലയ്ക്ക് ചെയ്യാൻ പറ്റും. ഈ അവസ്ഥയിൽ പ്രധാനമന്ത്രി വിചാരിച്ചാൽ പോലും നമുക്ക് ഈ റോഡ് കൊണ്ടുവരാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ തെറ്റായ റിപ്പോർട്ട് വനം പരിസ്ഥിതി മന്ത്രാലയത്തിൽ മാറ്റപ്പെടണം. ഈ റോഡ് ഓട്ടോമാറ്റിക്കലി വരും. ഈ തെറ്റായ റിപ്പോർട്ട് ഇരിക്കുന്നിടത്തോളം കാലം നമുക്കൊരു രീതിയിലും പറ്റില്ല. ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് റോഡ്. താമരശ്ശേരി ചുരത്തിൻ്റെ പ്രധാനപ്പെട്ട ബദൽ പാത. കുറഞ്ഞ ദൂരം, കുറഞ്ഞ കാലയളവ്, കുറഞ്ഞ ചെലവ്, ഇതാണ് ഈ പദ്ധതിയുടെ നേട്ടം. താമരശ്ശേരി ചുരം 1-ാം വളവിന് മേലെ ചിപ്പിലിത്തോട് തുഷാരഗിരി റോഡിലൂടെ വന്ന് മരുതിലാവ് വഴി വൈത്തിരി തളിപ്പുഴയിലെത്താം. നിലവിൽ ഈ ഭാഗത്ത് റോഡുണ്ട്, 2.5 കിലോമീറ്റർ വനഭൂമിയുണ്ടെന്ന് മാത്രം. ഈ ഭാഗം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തുരങ്കം നിർമ്മിക്കണം. 14 കിലോമീറ്ററാണ് മൊത്തം ദൂരം. 200 കോടിയാണ് ചെലവ് കണക്കാക്കുന്നത്. അതിൻ്റെ 75% പ്രൈവറ്റ് ഭൂമിയാണ്. അവിടം വരെ റോഡുണ്ട്.
കുറച്ച് സ്ഥലം മാത്രമേ സർക്കാരിൻ്റെ ഫോറസ്റ്റ് ആയിട്ടുള്ളൂ. ഈ ഫോറസ്റ്റ് വിട്ടുകിട്ടാൻ വേണ്ടി കേരള ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് യഥാർത്ഥത്തിൽ അപേക്ഷിക്കണം. അത് ശക്തമായ ഒരു നടപടി നടക്കാത്തതുകൊണ്ടാണ് അവിടെ നമുക്ക് സ്ഥലം കിട്ടാത്തത്. അതിനൊരു പരിഹാരം കാണുകയാണെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തീർന്നു. അപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്താണ് ഇതിന് മുൻകൈ എടുക്കേണ്ടത്. മറ്റ് ബദൽ പാതകൾ ഇവയാണ്: വിലങ്ങാട് കുഞ്ഞോം കല്ലാച്ചി പാത, പഴയകാലത്തെ കാനനപാത, കൊട്ടിയൂർ വഴി. 2. കണ്ണൂർ വിമാനത്താവളം പാൽച്ചുരം 4 വരി പാത. വയനാട്ടിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് എളുപ്പമെത്താം. മൈസൂർ കുട്ട മാനന്തവാടി പുറക്കാട്ടിരി സാമ്പത്തിക ഇടനാഴി. രാത്രിയാത്ര നിരോധനം കാരണം ദേശീയപാത 766 ബദലായ പാത. കേന്ദ്രമന്ത്രി നിതീഷ് ഗഡ്കരി പ്രഖ്യാപിച്ചത്. 4. തലപ്പുഴ അമ്പായത്തോട് പാത. വയനാടിനെയും കണ്ണൂരിനെയും ബന്ധിപ്പിക്കുന്ന ചുരമില്ലാത്ത വഴി. കണ്ണൂർ വിമാനത്താവളത്തിലേക്കുള്ള എളുപ്പവഴി. തുരങ്കപാത. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ 3ാമത്തെ തുരങ്കപാത. കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിൽ നിന്ന് ആരംഭിക്കുന്ന ബദൽ പാത കള്ളാടി വഴി വയനാട്ടിലെ മേപ്പാടിയിൽ എത്തിച്ചേരും. ഇതിനിടയിൽ 6.5 കിലോമീറ്റർ ദൂരമുള്ള വനത്തിലൂടെയാണ് ഇരട്ട തുരങ്കപാത. ബദൽ പാതയുടെ മൊത്തം ദൂരം 16 കിലോമീറ്ററാണ്. പാത പൂർത്തിയായാൽ വയനാട്ടിലേക്കുള്ള ദൂരം 30 കിലോമീറ്റർ കുറയും. 2000 കോടിയിലധികമാണ് പദ്ധതി ചെലവ്. പരിസ്ഥിതി പ്രശ്നങ്ങളും സാമ്പത്തിക ചെലവുമാണ് എതിർഘടകങ്ങൾ. 2024 ജനുവരിയിൽ നിർമ്മാണം തുടങ്ങുമെന്നാണ് കരുതുന്നത്. തുരങ്കപാത വയനാട്ടിന് എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്നത് സംബന്ധിച്ച് കാര്യമായ ഒരു പഠനം നടത്തിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതൊരു ലോബിയിങ്ങിൻ്റെ ഫലമായി തുരങ്കപാത അനുവദിക്കപ്പെട്ടു. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തിരുവമ്പാടി MLA ശ്രമഫലമായിട്ടാണ് നടപ്പാക്കിയിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് നിയോജക മണ്ഡലത്തിന് അതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടായേക്കാം. പക്ഷേ വയനാടിന് അതുകൊണ്ട് എത്രത്തോളം പ്രയോജനം ഉണ്ടാകും, അത് പ്രായോഗികമാണോ, എന്ന് നടപ്പാക്കിയെടുക്കാൻ സാധിക്കും എന്നതൊക്കെ സംബന്ധിച്ചിട്ട് ഒരു വിശദീകരണം ആവശ്യമാണ്. ഇപ്പോഴും വയനാട്ടിലെ ജനങ്ങൾക്ക് അക്കാര്യത്തിൽ വ്യക്തമായൊരു ധാരണയൊന്നുമില്ല. അത് എത്തിച്ചേരുന്ന സ്ഥലം പുത്തുമലയ്ക്ക് അടുത്തുള്ള സ്ഥലമാണ്. രൂക്ഷമായ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അത് മാത്രവുമല്ല, ആ ഒരു പ്രദേശത്തേക്ക് എത്തിച്ചേരുന്ന ഒരു തുരങ്കപാത കൊണ്ട് വയനാട്ടിൽ ജില്ലയ്ക്ക്, പ്രത്യേകിച്ച് വടക്കേ വയനാട്ടിലുള്ളവർക്ക് കാര്യമായുള്ളൊരു പ്രയോജനമൊന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നുമില്ല. നമുക്ക് കേരളത്തിലൊരു തുരങ്കപാതയുടെ അനുഭവം ഉള്ളത് കുതിരാനാണ്. കുതിരാൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഡിസ്റ്റൻസ്, 6 കിലോമീറ്ററോ മറ്റോ ഉള്ള ഒരു ഡിസ്റ്റൻസാണ്. ആ ഒരു കുതിരാൻ തുരങ്കം ഉണ്ടാക്കാൻ നമ്മൾ 7 വർഷമാണ് സ്പെൻഡ് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ഒരു തുരങ്കപാതയുടെ ദൂരം എന്ന് പറയുന്നത് വലിയ ദൂരമാണ്. 1. 2, ഇത് പശ്ചിമഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്കറിയാം, ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടും കസ്തൂരംഗൻ കമ്മിറ്റി റിപ്പോർട്ടും കോൺട്രവേഴ്സീസും ഒക്കെയുള്ള സ്ഥലം. 2, ഈ കള്ളാടി എന്ന് പറയുന്ന പ്രദേശവും ഒക്കെ പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളാണ്. അവിടെ റെഡ് സോണിൽ വരുന്ന പ്രദേശങ്ങളുണ്ട്, ഹൈ ഹസാർഡ് സോണിൽ വരുന്ന പ്രദേശങ്ങൾ, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഈ തുരങ്കപാതയുടെ ഭാഗമായി. നാളെ തന്നെ ഇതിനൊക്കെ അനുമതി കിട്ടി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടങ്ങി എന്ന് വിചാരിക്കുക. ചുരം ടണൽ റോഡ് പണി തീരണമെങ്കിൽ ഇന്ന് തുടങ്ങിയാൽ പോലും 25 കൊല്ലം കൊണ്ട് പൂർത്തീകരിക്കാൻ ഇന്ത്യ ഗവൺമെൻറ്റിനോ കേരള ഗവൺമെൻറ്റിനോ ഇന്നത്തെ സംവിധാനത്തിൽ സാധ്യമല്ല. 3 വളവ് നിവർത്താൻ പണം അനുവദിക്കാത്ത നമ്മൾ 1000 കോടിയുടെ തുരങ്കപാത കെട്ടുമെന്ന് പറയുമ്പോൾ ലോജിക്കലി, പൊളിറ്റിക്കലി ചിലപ്പോൾ ആളുകൾ കൈയടിക്കുമായിരിക്കും. ആളുകൾ വരട്ടെ, ഒരു തുരങ്കപാത വരട്ടെ, അടൽ ടണൽ പോലെ ഒരു ടണൽ വരട്ടെ, കുതിരാൻ പോലെ വലിയൊരു ടണൽ വരട്ടെ, ടൂറിസമാണ് എന്നൊക്കെ പറയുകയാണ്. പക്ഷേ 3 വളവ് നിർത്താൻ നമ്മുടെ അടുത്ത് കാശില്ല. നമ്മളാണ് ഇത്രയും വലിയൊരു ഹ്യൂജ് പ്രൊജക്റ്റ് ഓൺ ചെയ്യുമെന്ന് പറയുന്നത്. അതൊന്നും അത്ര വളരെ പെട്ടെന്ന് നടക്കുന്ന സാധ്യതയില്ല. പക്ഷേ അതിൻ്റെ കുറച്ച് പൈസ എടുത്താൽ നമുക്ക് ചുരത്തിലെ വളവുകൾ നിവർത്തുക, പടിഞ്ഞാറത്തറ പൂഴിത്തോട് ബദൽ റോഡ്, എന്നിട്ട് തുരങ്കപാത വരുന്നതിൽ തർക്കമില്ലായിട്ട് വേണ്ടെന്നല്ല. ഈ 2 സാധ്യതകൾ ആദ്യം ചെയ്താൽ ഇതിൻ്റെ ഒരു പ്രശ്നങ്ങൾ, ഡിഫിക്കൽട്ടീസ് കുറേ കുറയും. ഇപ്പോൾ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡ് പ്രാവർത്തികമാക്കാൻ വേണ്ടത് PWDൻ്റെ കണക്കനുസരിച്ച് 100 കോടിയാണ്. ഞങ്ങൾ അനുമാനിക്കുന്നത് ഈ തളിപ്പുഴ ചിപ്പിലിത്തോട് മരുതിലാവ് തളിപ്പുഴ ബൈപ്പാസ് എന്ന് പറയുന്നത് അത് അറൗണ്ട് 250 കോടി രൂപയുണ്ടെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കും. 2200 കോടി രൂപയാണ് നമ്മുടെ ടണൽ റോഡിന് ആവശ്യമുള്ളത്. അപ്പോൾ ഞാൻ പണത്തിൻ്റെ കാര്യം പറയുകയല്ല, ടണൽ വരുന്ന സാഹചര്യത്തിൽ ടണലും വരട്ടെ, അത് ടൂറിസത്തിന് ഉപകാരപ്രദമാകും. ദൈർഘ്യമേറിയതായിരിക്കുന്ന ടണലാണ്.
അത് സ്വാഭാവികമായും പിന്നെ ഈ ആകർഷണീയമായ ഒന്നായിരിക്കും. വയനാടിന് ഒരു മോണമെൻ്റ് ആയിരിക്കും. അത് വരട്ടെ. പക്ഷേ അത് വരുന്നു എന്നുള്ളത് കൊണ്ട് ചെറിയ ചെലവിൽ പൂർത്തീകരിക്കാൻ പറ്റുന്ന പ്രധാന പദ്ധതികൾക്ക് ആ ടണൽ, വിഭാവനം ചെയ്യപ്പെട്ട ടണൽ റോഡ് തടസ്സമാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട ഡിമാൻഡ്. തുരങ്ക നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനിടയിൽ ഉത്തരാഖണ്ഡ് സിൽക്യാരയിൽ നടന്ന തുരങ്കാപകടം ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞാണ് ഖനിയിൽ കുടുങ്ങിയവരെ പുറത്തെത്തിച്ചത്. ഇതോടെ തുരങ്കപാതയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ച് ഉത്കണ്ഠ ഉയർന്നിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ മേഖലയിലൂടെയാണ് തുരങ്കപാത കടന്നുപോകുന്നതെന്ന് നേരത്തെ പരിസ്ഥിതി പ്രവർത്തകർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വയനാട്ടിലേക്കുള്ള ഏറ്റവും പഴയ കവാടമാണ് കുറ്റ്യാടി ചുരം. കൊടുംവളവുകൾ ഇല്ലാത്ത ചുരം, പക്രന്തളം ചുരമെന്നും ഇതിന് പേരുണ്ട്. വനഭൂമി ഇല്ലെന്നതാണ് ഈ ചുരത്തിന്റെ മറ്റൊരു പ്രത്യേകത. ഭൂമി ഏറ്റെടുത്ത് വികസിപ്പിച്ചാൽ വയനാട്ടിലേക്കുള്ള ഏറ്റവും മികച്ച യാത്രാമാർഗമായിരിക്കും ഇത്. പക്ഷേ സംസ്ഥാന സർക്കാരിന്റെ വൻ പദ്ധതികളിൽ ഇത് പെടില്ല. ഇതുപോലെ തന്നെ കണ്ണൂരിൽ നിന്ന് കൊട്ടിയൂർ വഴിയുള്ള പാൽച്ചുരം വടക്കൻ വയനാട്ടിലേക്ക് കണ്ണൂരിൽ നിന്ന് ഏറ്റവും പെട്ടെന്ന് എത്താനുള്ള യാത്രാമാർഗം വികസിപ്പിച്ചാൽ മറ്റൊരു ബദൽ പാതയായി മാറും. ഇങ്ങനെ ചെലവ് കുറഞ്ഞതും വേഗത്തിൽ പൂർത്തിയാക്കാവുന്നതുമായ ബദൽ മാർഗങ്ങളാണ് വയനാടിന് ആവശ്യം. വയനാടിൻ്റെ മധ്യഭാഗത്തിലേക്ക് എത്തുന്നൊരു ചുരം റോഡുണ്ട്. അത് കോഴിക്കോട് നിന്നും കുറ്റ്യാടി വഴി പക്രന്തളം വഴി വെള്ളമുണ്ട വഴി ഭാഗത്തെത്തുന്നതായ ഒരു റോഡാണ്. ഈ റോഡ് വികസിപ്പിക്കാൻ ഒരു തടസ്സവുമില്ല. അത് വളരെയധികം ഹെയർപിൻ ബെൻഡുകളില്ലാത്ത ഒരു റോഡാണ്. മറ്റു റോഡുകളെ അപേക്ഷിച്ച് വലിയ കയറ്റങ്ങളില്ല. മാത്രമല്ല, ഈ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും എവിടെയും വനഭൂമിയില്ല. ഒരു പ്രദേശത്ത് മാത്രമാണ് സുമാർ 1 കിലോമീറ്റർ ദൂരത്ത് ഒരു റോഡിൻ്റെ ഒരു ഭാഗത്ത് മാത്രം സ്വകാര്യ ഭൂമികൾ അക്വയർ ചെയ്ത് ഈ റോഡ് വയനാടിൻ്റെ ജീവനാഡിയായിട്ട് വികസിപ്പിക്കണം. വലിയ വൈഡനിങ് നടത്തിയിട്ട് അത് ജീവനാഡിയായിട്ട് വികസിപ്പിക്കണം എന്ന് മാത്രമല്ല, ഇപ്പം പരിഗണനയിലുള്ള മൈസൂർ മലപ്പുറം കോറിഡോർ ഈ റൂട്ടിലൂടെ കടന്നു പോകണമെന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ അലൈൻമെൻറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ അതും കൂടി പരിഗണിച്ച് ഈ റോഡ് ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും അതിലൂടെ ഈ മൾട്ടി ആക്സിൽ വണ്ടികളും വലിയ 10, 15, 20 ചക്രമുള്ള വണ്ടികളും മറ്റ് ഹെവി വെഹിക്കിളുകളും അതിലെ കടത്തിവിടണം. ബാക്കിയുള്ള ചുരം റോഡുകളൊക്കെ നിയന്ത്രിതമായി നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് നടത്തിയാൽ വയനാട്ടിൽ വരുന്ന 100 കൊല്ലത്തേക്കെങ്കിലും ഗതാഗത പ്രശ്നമുണ്ടാവില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. നഞ്ചങ്കോട് നിലമ്പൂർ റെയിൽപാത വയനാടിന്റെ ചിരകാല അഭിലാഷമാണ് മൈസൂർ ജില്ലയിലെ നഞ്ചങ്കോട് നിന്നും നിലമ്പൂരിലേക്കുള്ള റെയിൽപാത. 160 കിലോമീറ്റർ ദൂരം. വയനാടിന്റെ ടൂറിസം ഗതാഗത വികസനത്തിനും വലിയ മാറ്റമുണ്ടാക്കുന്ന പാത. പരിസ്ഥിതി പ്രശ്നങ്ങൾ കുറവ്. മാത്രമല്ല, ഷൊർണൂരിൽ നിന്ന് ബാംഗ്ലൂരിലെത്താൻ 5 മണിക്കൂർ മതി. മൈസൂരിലേക്ക് റോഡ് മാർഗം 400 കിലോമീറ്റർ കുറയും. മലപ്പുറം ജില്ലയ്ക്കും റെയിൽ പദ്ധതിയുടെ ഗുണം ലഭിക്കും. എന്നാൽ പലവിധ വിവാദങ്ങൾ കാരണം പദ്ധതി വൈകുകയായിരുന്നു. ഇപ്പോൾ റെയിൽവേ നേരിട്ടാണ് പദ്ധതിയുടെ മേൽനോട്ടം നിർവഹിക്കുന്നത്. നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാതയാണ് വയനാടിന് ഗതാഗത പ്രശ്നം ശാശ്വതമായി പരിഹരിക്കുക. കാരണം തെക്കൻ കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ മധ്യ കേരളത്തിൽ നിന്നും ബാംഗ്ലൂരിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴിയാണ്. വയനാടിന് പുറത്തേക്ക് പോകാൻ ആവശ്യമായ പരിസ്ഥിതി സംവേദകമായ ചെലവ് കുറഞ്ഞ ഏറ്റവും ഉചിതമായൊരു യാത്രാമാർഗം എന്ന് പറയുന്നത് നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത തന്നെയാണ്. ആ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക എന്നുള്ളതാണ് ഗതാഗത പ്രശ്നം പരിഹരിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി. അത് കേരളത്തിൻ്റെ മറ്റു പ്രദേശങ്ങളിലേക്കും അതുപോലെ തന്നെ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഹൈദരാബാദിലേക്കും ഒക്കെ വയനാട്ടിൽ നിന്ന് എത്തിപ്പെടാനുള്ള എളുപ്പമാർഗ്ഗമാണ്. അത് വയനാട്ടിലെ നിലവിലുള്ള ഗതാഗത പ്രശ്നത്തിൻ്റെ പകുതിയിലധികം അത് റെയിൽപാത മാത്രം പരിഹരിക്കും. 2016 കേന്ദ്ര സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് അനുമതി നൽകുന്ന റെയിലിലേക്ക്. അതൊരു സംയുക്ത സംരംഭം എന്നുള്ളൊരു സ്കീമിലായിരുന്നു കേന്ദ്ര സർക്കാരിന് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത്. അതുകൊണ്ട് DPR തയ്യാറാക്കേണ്ടത് കേരള ഗവൺമെൻറ് ആയിരുന്നു. കേരള ഗവൺമെൻറ് DPR തയ്യാറാക്കുന്നതിന് വേണ്ടി ശ്രീധരൻ്റെ നേതൃത്വത്തിൽ DMRCയെ ചുമതലപ്പെടുത്തി 8 കോടി രൂപ അതിനുവേണ്ടി അനുവദിക്കുകയും ചെയ്തു. പക്ഷേ UDF ഗവൺമെൻറ് മാറി LDF ഗവൺമെൻറ് വന്നു. ആ സമയത്താണ് തലശ്ശേരിയിലുള്ളൊരു ലോബി സർക്കാരിൽ വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ സമ്മർദ്ദം ചെലുത്തുന്നത് തലശ്ശേരി മൈസൂർ റെയിലിലേക്ക് വേണ്ടി. അപ്പോൾ DMRCയോട് തന്നെയാണ് കേരള സർക്കാർ ആവശ്യപ്പെടുന്നത് തലശ്ശേരി മൈസൂർ റെയിൽവേയുടെയും ഒരു ഫീസിബിലിറ്റി സ്റ്റഡി നടത്തണമെന്നുള്ളത്. അതിന് 50 ലക്ഷം രൂപ സാങ്ഷൻ ചെയ്ത് അവർ ആ സർവേ നടത്തി. അതിനുശേഷമാണ് അത് പ്രാക്ടിക്കൽ അല്ല എന്നുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത്. സാമ്പത്തികമായും പ്രാക്ടിക്കലല്ല, അതുപോലെ തന്നെ ടെക്നിക്കലായും ഫീസിബിൾ അല്ല.
അപ്പോൾ ഇങ്ങനെയൊരു പ്രൊജക്റ്റ് നടപ്പാക്കില്ല എന്ന് നടപ്പാക്കാൻ സാധിക്കില്ല എന്ന് DMRC റിപ്പോർട്ട് കൊടുത്തപ്പം സംസ്ഥാന സർക്കാർ ചെയ്തത് നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതിയുടെ DPR തയ്യാറാക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് DMRCയെ പുറത്താക്കിയാണ്. റെയിൽവേ സർവേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ സർവേ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കർണാടകയും കേരള ഗവൺമെൻറ് പൊതുവെ അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. കർണാടക ഗവൺമെൻറ് നേരത്തെ അത്ര അനുകൂല നിലപാടല്ല സ്വീകരിച്ചിരുന്നത്. പുതിയ സാഹചര്യത്തിൽ അതിലൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയാണ് അദ്ദേഹം കുറേയും കൂടി സജീവമായി ഇടപെട്ടാൽ ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ കേരളവും ഇക്കാര്യത്തിൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നൊരു സമീപനമാണുള്ളത്. കർണാടകത്തിൽ കോൺഗ്രസും കൂടി അധികാരത്തിലുള്ളതുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള കർണാടക ഗവൺമെൻറ് ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ രാഷ്ട്രീയമായിട്ട് നൽകുന്ന ദേശീയ നേതൃത്വത്തിൽപ്പെട്ട ആളാണല്ലോ രാഹുൽ ഗാന്ധി. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ കുറേയും കൂടി എളുപ്പത്തിലാവുന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവേണ്ട കാര്യമില്ലല്ലോ. ഒരു ട്രെയിൻ പാത വയനാട്ടിലേക്ക് വന്നാൽ ഈ വലിയ വിഷയമൊക്കെ തീരും. എല്ലാവരും കാറിലും ബസ്സിലും മറ്റേലൊന്നും സഞ്ചരിക്കേണ്ട കാര്യമാണ്. അങ്ങനെ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ എണ്ണം കുറയും. ഇപ്പോൾ മൈസൂർ മാനന്തവാടി തലശ്ശേരി അല്ലെങ്കിൽ മൈസൂർ മാനന്തവാടി കോഴിക്കോട് ഇങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു ട്രെയിന് ഈ വയനാട്ടിൽ കൂടി ഓടിയിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരമായി. ഈ വാഹനം അനാവശ്യമായിട്ട് ചുരമിറങ്ങേണ്ട കാര്യമില്ലല്ലോ. എല്ലാവർക്കും ട്രെയിനിൽ യാത്ര ചെയ്യാമല്ലോ. അത് ഈ വയനാട്ടിലേക്ക് ഒരു ട്രെയിൻ എന്നുള്ള ഒരു ആശയം, ഒരു കാഴ്ചപ്പാട്, ഒരു ആഗ്രഹം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ പറയാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായില്ലേ, നൂറ്റാണ്ടുകളായില്ലേ. ഞാൻ രാഷ്ട്രീയം പറയുന്നതല്ല. ഇപ്പോൾ പല ഗവൺമെൻറ്റുകൾ കേന്ദ്രത്തിൽ വന്നു, ആരും ഈ കാര്യത്തെ ഒരു ദീർഘവീക്ഷണത്തോടെ കണ്ടില്ല എന്നുള്ളതാണ് ഈ ദുരന്തത്തിൻ്റെ അവസ്ഥാവിശേഷം എന്ന് പറയുന്നത്. വിമാനത്താവളം, റെയിൽ, റോഡ് പദ്ധതികൾ അനന്തമായി നീണ്ടുപോകുന്നതിനിടെ ഉയർന്നുവന്ന മറ്റൊരു പദ്ധതിയാണ് വയനാട് എയർ സ്ട്രിപ്പ്. ടൂറിസം മേഖലയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കുന്ന പദ്ധതി. ഒരു പതിറ്റാണ്ട് മുമ്പ് തുടങ്ങിയതാണ് ചെറുവിമാനത്താവളത്തിനുള്ള ശ്രമങ്ങൾ. പലതവണ വിദഗ്ധ സമിതികൾ സാധ്യതാ മേഖലകൾ സന്ദർശിച്ചു കഴിഞ്ഞു. ചെറുവിമാനങ്ങൾക്ക് ഇറങ്ങാനായാൽ മറ്റു നഗരങ്ങളിൽ നിന്ന് ടൂറിസ്റ്റുകൾക്ക് നേരിട്ട് വയനാട്ടിലെത്താം. കുറഞ്ഞ സ്ഥലം മതി എന്നതിനാൽ പരിസ്ഥിതി നാശവും കുറവാണ്. ഇപ്പോൾ സംസ്ഥാന ടൂറിസം വകുപ്പ് പദ്ധതിക്ക് മികച്ച പരിഗണന നൽകുന്നുണ്ട്. വയനാട് ഒരു പ്രത്യേക ഒരു ഏരിയയാണ്. അവിടെ ടൂറിസം ഒരുപാട് ഈ ലോകത്തിൽ അറിയപ്പെടുന്ന ഒരു ടൂറിസം ഡ്രൈവ് വന്നിരിക്കുകയാണ്. അതുപോലെ സ്പൈസസ് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ ടൂറിസം ഡെവലപ്പ് ചെയ്യണം. ഇവിടുത്തെ വ്യവസായം ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എയർ സ്ട്രിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വലിയ എയർപോർട്ടിൽ നിന്ന് കണക്ടിവിറ്റി കിട്ടുള്ളൂ. അപ്പോൾ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ വിദേശ രാജ്യങ്ങൾക്ക് ആൾക്കാർ ഒന്ന് ടൂറിസത്തിന് വരാനും അതുപോലെ ഇവിടുത്തെ സ്പൈസസ് ഒക്കെ മാർക്കറ്റ് ചെയ്യാനൊക്കെ ഉള്ള സൗകര്യം കിട്ടുള്ളൂ. അതുകൊണ്ട് ഒരു എയർ സ്ട്രിപ്പ് വയനാട്ടിൽ വേറെ മാർഗം വേറെ റെയിൽവേയും മറ്റുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു എയർ സ്ട്രിപ്പ് വളരെ അത്യാവശ്യമാണ്. പക്ഷേ നടപടിയാകുന്നില്ല. പിന്നെ ഒരു കലാമിറ്റി വന്നാൽ, ഇപ്പോൾ ഫ്ലഡ് പോലെയുള്ള കലാമിറ്റികൾ വന്നാൽ പെട്ടെന്ന് എസ്കേപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ പെട്ടെന്ന് സഹായിക്കാൻ ഈ പറഞ്ഞ ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചെറിയ മിനി ഹെലിപ്പാഡ് പോലെയുള്ള കാര്യങ്ങളും വയനാട്ടിൽ അനിവാര്യമായി വരികയാണ്. ഇപ്പം 4 ചുരം ബ്ലോക്കായി കഴിഞ്ഞാൽ പിന്നെ വാഹനത്തിനും വരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ കാലാനുസൃതമായി വേണമെന്നുള്ളൊരു വ്യക്തിപരമായ കാഴ്ചപ്പാടാണ് ഞാൻ വെച്ച് പുലർത്തുന്നത്. റോപ്പ് വേ ഗതാഗത പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകില്ലെങ്കിലും വയനാടിൻ്റെ ബദൽ യാത്രാമാർഗമാണ് റോപ്പ് വേ. പൂർണ്ണമായും ടൂറിസത്തിന് വേണ്ടിയാണെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാനാകും. 200 കോടിയാണ് ചെലവ്. ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിലുള്ള കമ്പനിയാണ് പ്രൊമോട്ടർമാർ. 22 ടവറുകളുണ്ടാകും. 15 മിനിറ്റ് കൊണ്ട് അടിവാരത്ത് നിന്ന് ലക്കടിയിലെത്താം. സ്വിറ്റ്സർലൻഡ് മോഡലിലുള്ള 40 കേബിൾ കാറുകളാണ് സർവീസ് നടത്തുക. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി പുരോഗമിക്കുന്നത്. നമ്മുടെ വയനാട് റോപ്പ് വേ എന്ന പ്രൊജക്റ്റ്, അത് അടിവാരം മുതൽ ലക്കിടി വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരത്തോളമാണ് ഈ പ്രൊജക്റ്റ് ഉദ്ദേശിക്കുന്നത്. അത് വന്നു കഴിഞ്ഞാൽ വയനാടിൻ്റെ ടൂറിസത്തിനും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു വലിയ പ്രചോദനമായിരിക്കും. അതിനുവേണ്ടിയുള്ള പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ടൂറിസം ആണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസായും
മറ്റുള്ള നാട്ടുകാർക്കുള്ള സൗകര്യങ്ങളായിട്ടും ഉപയോഗിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ഇത്. വയനാട് ചുരത്തെ സംബന്ധിച്ചിടത്തോളം ഈ താൽക്കാലിക പരിഹാരങ്ങൾക്കപ്പുറം വരും തലമുറയ്ക്ക് കൈമാറാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ഒരു വസ്തുവാണ് വയനാട് ചുരം എന്ന് പറയുന്നത്. അത് അതിൻ്റേതായ ഭംഗിയിൽ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് വരുന്ന തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയണമെങ്കിൽ ബദൽ സംവിധാനങ്ങൾ രൂപപ്പെടുക തന്നെ വേണം. വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു വൺ വേ സംവിധാനത്തിലൂടെ ചുരം കയറി വരുന്ന സഞ്ചാരികൾക്ക് ബാണാസുര സാഗർ, കക്കയം, പെരുവണ്ണാമൊഴി ഡാമുകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു പോകാൻ കഴിയുന്ന ഒരു സാഹചര്യങ്ങളാണ് ഇവിടെ രൂപപ്പെടേണ്ടത്. അല്ലാതെ ചുരത്തിൽ താൽക്കാലിക പരിഹാരങ്ങളോ അല്ലെ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുന്ന സമീപനങ്ങൾ കൊണ്ടോ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരിക്കലും ഉണ്ടാവില്ല. അതൊക്കെ താൽക്കാലിക പരിഹാരം എന്ന് പറഞ്ഞ് കഴിയൊനിയാനുള്ള ശ്രമം മാത്രമാണ്. ഇതൊന്നും ശാശ്വത പരിഹാരങ്ങളല്ല എന്ന് നമ്മൾ തീർത്ത് പറയുകയാണ്. ഒരു ബദൽ ചുരമില്ലാത്ത റോഡ് വന്നാലും കാലാനുസൃതമായി ഇനിയും വാഹനങ്ങൾ പെരുകും, ഇനിയും ജനസംഖ്യ പെരുകും. അപ്പോൾ ആ റൂട്ടിലും എന്താവും, ഈ ഗതാഗതക്കുരുക്ക് രൂപപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാത്തതാണ്. അതിന് ഉദാഹരണം ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോഴിക്കോട് ചുരം മാത്രമാണ് എപ്പോഴും ബ്ലോക്ക്. ഇപ്പോൾ കോഴിക്കോട് ചുരം മാത്രമല്ല, തൊട്ടിൽപ്പാല ചുരത്തിൽ ബ്ലോക്കാണിപ്പം, അവിടെ ഗതാഗതക്കുരുക്കാണ്. താമരശ്ശേരി ചുരത്തിൽ വിഷയമാണ്. ഇപ്പോൾ എല്ലാ ചുരത്തിലും ഇപ്പോൾ വാഹന പെരുപ്പം കൂടിയതുകൊണ്ട് അവിടെയൊക്കെ ബ്ലോക്കായി വരികയാണ്. ഇപ്പോൾ ശാശ്വത പരിഹാരം എന്ന നിലയ്ക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഈ ഒരു ട്രെയിൻ സർവീസ് ഉണ്ടെങ്കിൽ ഒരു 1-2 ട്രെയിൻ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും കടന്നു പോയാൽ രണ്ട് ട്രെയിൻ കടന്നു പോയാൽ തന്നെ വിഷയങ്ങൾ തീർന്നു. വയനാടിൻ്റെ യാത്രാ സ്വപ്നങ്ങൾ ഏറെയാണ്. പക്ഷേ പരിസ്ഥിതിക്ക് പ്രാധാന്യം നൽകാത്ത ഒരു പദ്ധതിയും നാടിന് ഗുണകരമാകില്ലെന്നതാണ് സത്യം. ടൂറിസം രംഗത്തെ പുതിയ കുതിപ്പുകളും പുതുതലമുറയുടെ യാത്രാ ആവശ്യങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടുള്ള യാഥാർത്ഥ്യബോധമുള്ള പദ്ധതികളാണ് വയനാടിന് ഇണങ്ങുക. റിസാല അപ്ഡേറ്റ് പരമ്പര തുടരുന്നു. അടുത്തത് സഞ്ചാരികളുടെ വയനാട്